ചോട് പറയാ ഇന്ന് മാമന്റെ ആദ്യ രാത്രിയല്ലേ, പാലും പഴമൊക്കെ ഒരുക്കണ്ടേന്ന്. നമുക്ക് കിടക്കാം. ചിരി കണ്ടോ? ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഇവനെ നോക്കി, ഇവന്റെ കല്യാണം ശരിക്കുള്ള കല്യാണമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ആ പെണ്ണിനെ അവിടെ തനിച്ചാക്കിട്ട് ഇവൻ ഇവിടെ വന്ന് നടക്കുന്ന എന്തിനാ? ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ, ഇതിപ്പോ ഏതായി സൃഷ്ടി? താൻ എന്താണോ ഉണ്ട വിരിഞ്ഞ പോലെ നിൽക്കുന്നത്? ഇതെന്താ പാല്? പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി ആ കുട്ടിക്ക് കൊടുത്തേക്ക്. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നാളെ കാലത്ത് കുടിക്കും. ഇപ്പൊ എന്തിനാ പാല്? നേരം പുലർന്നോ? എന്റെ പൊന്നു കുഞ്ഞെ, കാർന്നവന്മാരായിട്ടുള്ള പ്രിയദർശനും ടീമും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോരോ ആചാരങ്ങൾ നമ്മളായിട്ട് എന്തിനാ ഇല്ലാതാക്കി കളയുന്നത്? പാലല്ലാതെ വേറൊന്നുമില്ലേ? മൊത്തം കുടിക്കില്ലേ? പകുതിയുള്ളു, എനിക്കറിയാം, ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ള. ചേട്ടാ, ഞാൻ മറന്നു കേട്ടോ. രാമൻ നായര് പറഞ്ഞിരുന്നു, പേലി കഴിഞ്ഞാൽ ശ്രീദേവി പാലും കൊണ്ടുവരുന്നു, അത് പകുതിയെ കുടിക്കാൻ പാടില്ലെന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും മറന്നു. ബൈ ബർത്ത് അതുള്ളതാ. എന്റെ മൂപ്പിലെ എനിക്ക് പറ്റിയൊരു അബദ്ധം ശത്രുക്കൾക്ക് പോലും പറ്റില്ലെന്ന് എനിക്കിപ്പോ. ശ്രീദേവി സങ്കടപ്പെടണ്ട കേട്ടോ. ഞാൻ നാളെ അമ്മേനോട് പറഞ്ഞു 1 ഗ്ലാസ് പാല് വാങ്ങിത്തരാട്ടോ. എന്നാൽ 1 ഗ്ലാസ് ഹോർലിക്സ്. ഞാൻ ആ ടൈപ്പ് ഒന്നുമല്ല. ഇങ്ങോട്ടേ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുർദ്ദേശങ്ങളുമില്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. എന്താ ഇത് ശ്രീദേവി, ആണുങ്ങളെ തൊടുക? ഭയങ്കരി, ഇതിപ്പോ കടുവായ കിടുവ പിടിച്ചതുപോലെ ആയല്ലോ. ഇവിടെ മാനം മര്യാദക്ക് ജീവിക്കാനൊക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് നാണം വരും കേട്ടോ. അയ്യോടാ കൊച്ചു മാവ. ഈ ആദ്യ രാത്രി എന്നൊക്കെ പറഞ്ഞ ഒരിക്കലേ ഉള്ളൂ, ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാനുള്ളതാണ്. ശരിയാവില്ല. നാണുള്ള ആളെന്തിനാ എന്നെ വേലി കഴിച്ചേ? അമ്മ പറഞ്ഞിട്ടാ. ഭഗവാനെ, ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? എന്റെ മോഹം നീ സാധിച്ചു തന്നല്ലോ. പക്ഷെ എന്റെ മോഹം ഭഗവാൻ കട്ടപ്പോഹയാക്കിയില്ലേ? പിന്നെ രാമൻ നായരും പറഞ്ഞു, വേലി കഴിച്ചാൽ നല്ല രസമാണ്. അതെടാ കുറിച്ച് പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. എന്തിനാ നീ നോക്കിക്കൊണ്ടിരിക്കുന്നത്? തുടങ്ങാമല്ലോ. നമുക്ക് കിടക്കാം. എന്താണ് അവളുടെ ഉദ്ദേശം എന്ന് ഒരു പിടിയും കിട്ടുന്നത്? എന്തത്? എന്താ ശ്രീദേവി കാണിക്കുന്നേ? അയ്യോ അയ്യോ, വിട്. ഇത്രയും കാലം എന്റെ അളിയൻ കാത്തു സൂക്ഷിച്ച നൈഷ്ഠിക ബ്രഹ്മചര്യം അവൾ ചോർത്തി എടുത്തടി. ശ്രീദേവി വിട്, ഇത് മോശാട്ടോ. അമ്മയോട് പറഞ്ഞെടുക്കട്ടോ. യോഗല്ലേ അമ്മണിയെ പായായിട്ട് മടക്കിയാൽ. വിരകിതന്റെ ഈ ഇരിപ്പ് കാണുമ്പോ സങ്കടം തോന്നുന്നു. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മമ്പഴം കാട്ട കൊത്തി പോയി. മാങ്ങേണ്ടി അല്ല ഒരു കഷണം പോയി അതൊന്നും കിട്ടത്തില്ല. ഞാൻ ട്രൈ ചെയ്യാം. 4 വര വരയ്ക്കാൻ. അതിന് മാത്രമേ നിങ്ങളെ കൊള്ളാവൂ, വര വരയ്ക്കാൻ.